PR ഏജൻസി വിവാദത്തിൽ ഉത്തരം മുട്ടി മുഖ്യമന്ത്രിയും ഓഫീസും ഒപ്പം CPM-ഉം. അണികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. മുഖ്യമന്ത്രിയുടെ വിവാദ മലപ്പുറം പരാമർശമുള്ള അഭിമുഖത്തിന് പിന്നിലെ PR ഏജൻസിയെക്കുറിച്ചുള്ള ഹിന്ദു പത്രത്തിന്റെ വെളിപ്പെടുത്തൽ വന്ന് ദിവസം 1 കഴിഞ്ഞിട്ടും ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ? മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല എന്ന ഒറ്റ പ്രഖ്യാപനത്തിൽ എല്ലാം ഒതുക്കാനുള്ള ശ്രമത്തിലാണ് മന്ത്രിമാരും CPM നേതാക്കളും. അങ്ങനെ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. വിവാദമായി മാറിയ മലപ്പുറം പരാമർശമുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് പിന്നിൽ PR ഏജൻസി ഉണ്ടോ ഇല്ലേ? ഉണ്ടെന്നാണ് ദേശീയ പത്രമായ ദ ഹിന്ദു പറയുന്നത്. അതിങ്ങനത്തെ ഒരു പാരയായിട്ട് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ 24 മണിക്കൂറിന് ശേഷവും മുഖ്യമന്ത്രിയോ ഓഫീസോ തയ്യാറായിട്ടില്ല. CPM-ഉം കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം സമൂഹത്തിന് നേരെ എറിഞ്ഞുകൊണ്ട് വ്യക്തമായ ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് മന്ത്രിമാരും നേതാക്കളും. ഈ അപ്പൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ. കലക്കെന്ന് പറഞ്ഞതാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തോ തകരാറുണ്ട്. എവിടെയോ എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സമയക്കുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം പെൻഡിംഗ് ആണെന്ന് പറയും. രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന ഏത് സംഭവങ്ങൾക്കും വിവാദങ്ങൾക്കും തനിച്ച് മറുപടി പറയുന്ന ശൈലിയാണ് മുഖ്യമന്ത്രി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. തലച്ചോറില്ല ഒരുവനും. ഇത്തരമൊരു അധപ്പതനം വരുന്നത് മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. അതല്ലാതെ ഇതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് പോലെ ഒരു PR ഏജൻസിയുടെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ കാര്യത്തിൽ ആവശ്യമില്ല. കാലത്തെ ആരാ എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. PR ഏജൻസി എന്ന് പറഞ്ഞാല് എന്തോ ഒരു അന്യരാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യം ചോർത്തുന്ന ആണോ? അല്ലല്ലോ. അതുകൊണ്ട് അത് വേറെ കാര്യം. മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദേശീയ മാധ്യമത്തിന് നൽകാനായി PR ഏജൻസിയെ ഏർപ്പെടുത്തിയത് ആരാണ്? ഈ ഏജൻസിക്ക് പണം നൽകുന്നത് സർക്കാരാണോ? എങ്കിൽ ഏതു വിധമാണ് PR ഏജൻസിയെ തിരഞ്ഞെടുത്തത്? ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത്. വാങ്ങിക്കാറില്ല, നമ്മള് പതിവേറായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. PR ഏജൻസിയെയും ദി ഹിന്ദു എന്ന പത്രത്തെയും തള്ളാനും കൊള്ളാനുമാകാത്ത സ്ഥിതിയിലാണ്. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരാതെ മിണ്ടാനാകാതെ നിൽക്കുകയാണ് പാർട്ടി. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.